കുടിശ്ശിക നൽകാത്തതിനാൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സ്റ്റെന്റ് വിതരണം പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിലച്ചു. സ്റ്റെന്റ് വാങ്ങിയ വകയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നൽകേണ്ടത് 40 കോടിയിലധികം രൂപയാണ്. പണം നൽകാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് കമ്പനികൾ വ്യക്തമാക്കി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. MG പ്രതീഷ്, ഈ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. നേരത്തെ ഈ ഫാർമസി കമ്പനികൾക്കടക്കം പണം നൽകാത്തതിലും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിരുന്നു. വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യവകുപ്പിൽ. സുഹൈൽ, തീർച്ചയായും സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ ആശുപത്രികളിലെയും പ്രതിസന്ധിക്ക് കാരണം. സ്റ്റെന്റ് വിതരണം ചെയ്യുന്നതിലെ ഏജൻസികൾക്ക് കുടിശ്ശിക നൽകുന്നതിലെ വീഴ്ചയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങാനുള്ള കാരണമായി ആശുപത്രികൾ പറയുന്നത്. ഈ കുടിശ്ശിക ലഭിക്കാത്തതോടുകൂടി തന്നെ സ്റ്റെന്റ് വിതരണം ഏജൻസികൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം അടക്കമുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങി. വിവിധ സർക്കാർ ആശുപത്രികൾ, കാത്ത് ലാബ് സൗകര്യമുള്ള വിവിധ സർക്കാർ ആശുപത്രികൾക്ക് 143 കോടി രൂപയാണ് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ 49 കോടിയോളം രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കുടിശ്ശികയായി നൽകാനുണ്ട്. ഇതോടുകൂടിയാണ് ഒരു കടുത്ത നിലപാട് ഈ അനുബന്ധ ആശുപത്രി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി അത് ആരോഗ്യ മേഖലയെ ബാധിക്കുന്നു. സ്റ്റെന്റ് വിതരണത്തിലെ കുടിശ്ശിക മുടങ്ങിയതിനാൽ സ്റ്റെന്റ് വിതരണം അടക്കം കമ്പനികൾ നിർത്തിവെച്ചിരിക്കുന്നു.